സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് FBG ഗെയിമിംഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, സ്റ്റാർട്ടർ ബേസ് കുറെ ഞാൻ വിചാരിക്കുന്നു. അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കുറെ റിസോഴ്സ് കളക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു ഷവൽ ഉണ്ടാക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മല പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ഏരിയയിൽ നിന്ന് ഓപ്പോസിറ്റ് ആവണം. എന്ന് വെച്ചാൽ മൈനിങ് ഏരിയ ഇല്ലേ, ഈ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിന്റെ നേർക്കാവണം നമ്മുടെ സ്റ്റാർട്ടർ ബേസ് വരുന്നത്. അങ്ങനത്തെ കുറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഷവൽ ഉണ്ടാക്കട്ടെ ആദ്യം. എന്റെ താഴെയാണ് ഇരിപ്പുണ്ടോ അറിയില്ല, ഇരിപ്പുണ്ടാവണം അല്ലേ. ഒരു സ്റ്റോണ് ഷവൽ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പൊ ഇത് വെച്ചിട്ട് ഒരു ബോർഡർ സെറ്റ് ചെയ്യാം. എന്നിട്ടേ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ആ ബോർഡിനുള്ളിലത്തെ ഡേറ്റ് മൊത്തം നമുക്ക് കംപ്ലീറ്റ് കളയണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. അത് ഇത്തിരി ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഓക്കെ, ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ഏരിയ ഞാൻ കംപ്ലീറ്റ് അങ്ങ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രാസ് ഒക്കെ ഒന്ന് കളഞ്ഞാൽ മതി, ഈ ചെറിയ ചെറിയ പുല്ലുകള്. ഇനി നമുക്ക് ഈ ചെസ്റ്റും കൊണ്ട് പൊളിച്ചെടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. അതിനകത്ത് നമുക്ക് ഒരു അയൺ ഷവൽ ഉണ്ടാക്കാൻ പറ്റും. അയൺ ഷവൽ എന്തായാലും വേണം. കുറച്ചുകൂടി ബാക്കിയുണ്ട്. അല്ല, ഞാൻ അയൺ ഷവൽ ഉണ്ടാക്കിയിട്ടില്ലേ, സോറി ഗൈസ്, ഒരു ബക്കറ്റ് ഉണ്ടാക്കാനാണ് മറന്നു. എന്നിട്ട് നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് ഇതിനങ്ങ് കളയാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ സീഡും കിട്ടാൻ ചാൻസ് ഉണ്ട്. വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് എന്തായാലും വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് മുമ്പ് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ എൻ്റെ കീബോർഡ് മൗസ് വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. അതല്ല, ഇന്ന് എൻ്റെ കീബോർഡ് മൗസ് നാശമായി. അതാണ് ഉണ്ടായത്. അതാണ് ഞാൻ മൊബൈൽ കൺട്രോൾസ് വെച്ചിട്ട് കളിക്കുന്നത്. എനിക്ക് അത്ര അത് സെറ്റ് ആവണില്ല. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും ഒരു കീബോർഡ് മൗസ് ഞാൻ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അത് ഇട്ടിട്ടാവും വരിക. ഓക്കെ, ചെസ്റ്റ് പൊളിച്ചു. ഇൻവെന്ററി മൊത്തം ഫുള്ളായി. ഈ ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ മൈനിങ് ഏരിയയുടെ ഇവിടെ സെറ്റ്. എന്നിട്ട് ഇത് ഫുള്ളും അതിലവിടെ ഫ്ലോട്ട് ചെയ്യും. അതൊന്ന് ഒതുങ്ങിയിരിക്കും. എന്നിട്ട് നമ്മുടെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. കുറച്ച് പണിയുണ്ട്, എന്തായാലും ഞാൻ സെറ്റ് ചെയ്യാം. ഡേറ്റ് നമുക്ക് 5 സ്റ്റാക്കിനടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു ടെമ്പററി ബ്ലോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അത്യാവശ്യം സ്റ്റോണും കിട്ടിയിട്ടുണ്ട്, സാപ്ലിങ്സ് ഉണ്ട്. ഷുഗർ കെയിന് 2 നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റാമ്പായും ഉണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് കിട്ടിയതാണ് 2 ഷുഗർ കെയിന്. ഓക്കെ, ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഈ ഇതുകൊണ്ട് എടുക്കാം നമുക്ക് ഫർണൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബേസിന്റെ ഔട്ട്ലൈൻ വരച്ചിടണം. എന്നിട്ട് നമുക്ക് എന്താണ് സെറ്റ് ചെയ്യണം. വാട്ടർ ബക്കറ്റ് വെച്ചിട്ടേ എല്ലാ ഗ്രാസും കൊണ്ട് നമുക്ക് കളയണം. കണ്ടില്ലേ, സീഡ് ഇട്ടുന്നുണ്ട് 11. ഓക്കെ, അതെന്തായാലും നിങ്ങൾ അത് കണ്ടിട്ടുക. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗ്രാസ് ഒക്കെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികൾ നമ്മൾ മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസിന് ഔട്ട്ലൈൻ വെച്ചിട്ടില്ല നമ്മളില്ലേ, ആ മൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആവണം. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് 2 വാതിൽ വരും. അതെ, ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു 5 ബ്ലോക്ക് മാറിയിട്ട് അപ്പുറത്തൊരു വുഡ് വരും. കോർണർ 5, 6,
ആറാമത്തെ ബ്ലോക്ക് മതി. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ആറാമത്തെ ബ്ലോക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ആറാമത്തെ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് ഞാൻ എന്തായാലും ബോർഡ് അടുപ്പിക്കുന്നില്ല, നിങ്ങൾ ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. ബേസ് മൊത്തം അങ്ങോട്ട് സെറ്റ് ചെയ്യണതിൻ്റെ. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇന്റീരിയർ ഒന്ന് കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ ഇന്റീരിയർ ആയിട്ട് വരിക. അയ്യോ അയ്യോ, ഓ ബേസ് ഇപ്പൊ പൊളിഞ്ഞു. ആ ക്രീപ്പറാണ് രണ്ടെണ്ണം ഗൈസ്. ഇതൊക്കെ ഇവിടുന്ന് വെഞ്ഞാവും. എനിക്ക് ഉള്ളതൊക്കെ മൂടിയതാണ്. ചാവ് പൊട്ടല്ലേ 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 പൊട്ടല്ലേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബേസാ. പൊട്ടല്ലേ, തീരെ ഇഷ്ടമല്ല ഏസി വരുന്നത്. ഇത് പൊട്ടിച്ചാലേ ആകെ വൃത്തികേടാവും സ്ഥലം. മറ്റേതോട് പോയി എൻ്റെ ബേസിന് വിളിക്കില്ല. അങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വാ, അങ്ങനെ അപ്പൊ തീർത്തരാം. പൊട്ടാതെ കൊല്ലുവാണിപ്പം. ചാവ് 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 ചാവാത്ത്. ആ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ചെസ്റ്റും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു ക്രോപ്പ് ഫാം എന്തായാലും ഞാൻ സെറ്റ് ചെയ്യാം. കുറെ ഫുഡിന്റെ ക്ഷാമുണ്ട്, ഫുഡ് കുറവാണ് കേസ്, അതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഒരു വലിയൊരു ക്രോപ്പ് ഫാം ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്രയും ഞാൻ നോക്കും. എന്തായാലും ട്യൂട്ടോറിയലൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് അത് ബിൽഡ് ചെയ്യാം. അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ബിൽഡ് ചെയ്യും കേസ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒന്നും കൂടി വെക്കാം. ഒരു ചെസ്റ്റ് ബാക്കി വന്നു. ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഫുഡിൻ്റെ ഇല്ല. ഇനി നമുക്ക് സോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാതും അത് വെക്കാം. നമ്മുടെ വേരിയബിൾ പെട്ടിയിൽ നമുക്ക് ഈ കോപ്പർ, അയൺ, ഡയമണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. ഇതില് നമ്മുടെ ചെസ്റ്റ് ഇൻവെന്ററി ഷൂട്ട് ചെയ്യാം. ഷവർ കാര്യങ്ങളൊക്കെ, ഷവർ ഒന്നും പറയാൻ പറ്റില്ല, ആവശ്യമുള്ള തന്നെ. ഓക്കെ, അങ്ങനെ എല്ലാതും വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യണമെങ്കിൽ ടോർച്ച് ഇവിടെയും ഇവിടെയും പിന്നെ ഇവിടെയും. ഇനി നമുക്ക് പുറത്ത് വെക്കണം, ഇവിടെ കൂടി മറന്നു വീശിന്. ഓക്കെ, ഇനി ഫ്രണ്ടില് ഈ രണ്ട് സ്ഥലത്ത്, ഇനി കോർണേഴ്സിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടെണ്ണം, ഇനി അപ്പുറത്ത് ഒരെണ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാൻ പറയാം. എൻ്റെ പെർമനന്റ് ബേസില് അത് ഞാനൊരു വലിയൊരു ബിൽഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്തായാലും ഈ ഡ്രാഗൺ വന്നിട്ട് തന്നെയാവും ഞാൻ ഉണ്ടാക്കുള്ളൂ. കാരണം കുറെ പണിയുണ്ട്, കുറെ റിസോഴ്സ് കളക്ട് ചെയ്യണം. അതിന് നമുക്ക് ഷെൽക്കർ ബോക്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഓക്കെ, നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഒരു സ്മെൽറ്റിംഗ് ഏരിയ സെറ്റ് ആക്കണം. അപ്പുറത്തെ സൈഡില്ലേ, ഓപ്പോസിറ്റ് സൈഡ്, അവിടെ നമുക്ക് ഈ ഫർണിച്ചർ ഒന്ന് നിരത്തി വെക്കാം. അതാകുമ്പോ ഒരു സ്മെൽറ്റിംഗ് ഏരിയ പോലെ സെറ്റ് ആവും. ഞാൻ എന്തായാലും എൻ്റെ ആ മെഗാ ബേസില് അതിലെന്തായാലും ഒരു സ്മെൽറ്റിംഗ് ഏരിയ സെറ്റ് ആക്കും ഓട്ടോമാറ്റിക്. തൽക്കാലം ഇപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ ഓക്കെ, നമ്മുടെ ഇൻവെന്റർ ആണ് സോർട്ട് ചെയ്യുക. കുറച്ച് കുറെ ചവറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാതും എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. കോളൊക്കെ തീർന്നു. ഈ മൈനിങ്ങിന് പോയിട്ടാണ് കോളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. നമുക്ക് വീഡിയോ അപ്പോഴേക്കും വൈൻഡപ്പ് ചെയ്യാം, പുറത്തിറങ്ങി കിട്ടേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബിയ.